ഇജിന്നോട് ഒളിക്കാനൊന്നും നോക്കണ്ട. അന്റെ കണ്ണൊക്കെ വല്ലാണ്ട് കലങ്ങിട്ടുണ്ടല്ലോ. ഈ കറിയായിരുന്നോ? എന്തറിയാ, കോളേജിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായോ? എന്താ കാര്യമൊന്നും എനിക്കും മനസ്സിലായിട്ടില്ല എൻ്റെ. പക്ഷെ ഞാൻ കോളേജിൽ ചെന്നപ്പോ എൻ്റെ ഫ്രണ്ട്സ് എല്ലാരും എന്നൊരു ശത്രുവിനെ പോലെ കണ്ടത്. മതി നിന്റെ ഈ നാടകം. നീ വല്ലാതങ്ങ അഭിനയിക്കല്ലേ? എല്ലാരും എന്നോട് അങ്ങനെ പെരുമാറിയപ്പോ എനിക്ക് എത്ര സങ്കടമായി എന്നറിയോ അടിക്ക്. അങ്ങനെയാണോ? അപ്പൊ കാര്യമായിട്ട് എന്തോ പ്രശ്നമുണ്ടല്ലോ. അല്ലറിയാ, അജുവിന്റെ ഫോണിലേക്ക് വിളിച്ചപ്പോഴല്ലേ സ്വിച്ച് ഓഫ് എന്ന് പറഞ്ഞത്. അമ്മയുടെ ഫോണ് റിങ് ചെയ്യണില്ലേ? ഈ ആ നമ്പർ ഉണ്ട് കാണിച്ചാ, ഞാൻ എന്റെ ഫോണിൽ നിന്ന് വിളിച്ചു നോക്കിയാലോ? ഓ, കല്യാണം പറയാൻ വേണ്ടി വിളിച്ചതാവൂലേ? ഓളെ പോലെ ഇങ്ങനത്തെ ഒരു ചതിത്തിനാണല്ലോ ഞാൻ ഇത്രയും കാലം സ്നേഹിച്ചത്. ഒന്നുമില്ല, ഓളെ സന്തോഷത്തോടെ ജീവിക്കട്ടെ. ഓളെ ജീവന് തുല്യം സ്നേഹിച്ചതിന് ഇക്കോ അജുക്കാക്കോ നല്ലോണം വയറ് നിറച്ച് കിട്ടി. പടച്ചോന്റെ കാവലുകൊണ്ട് മാത്രമാണ് എന്റെ അജുക്കാനെ ഇന്ന് ഞങ്ങൾക്ക് ജീവനോടെ കിട്ടിയത്. ഇക്ക ആരോടൊന്നും പറയാനില്ല. ദയവ് ചെയ്തിട്ടെ ഇനി അവളെ കാര്യം പറഞ്ഞാണ്ട് ആർക്കും വിളിക്കരുത്. ഇജ് ടെൻഷൻ ആവണ്ട. ഇത് എന്തോ ഒരു തെറ്റിദ്ധാരണയുടെ പേരിൽ വന്ന പ്രശ്നമാണ്. എന്തായാലും ഇപ്പം ഇമ്മയും കടയിൽ നിന്ന് വരട്ടെ, നമുക്ക് എന്തെങ്കിലുമൊക്കെ പരിഹാരം ഉണ്ടാക്കാം. അന്റെ കല്യാണക്കാരിയെ നമ്മള് ഇലക്കും മുള്ളിനും ഒന്നും കേടുപാടില്ലാണ്ട് കൊത്തിയ പാമ്പിനെ കൊണ്ട് തന്നെ വിഷർക്കിപ്പിച്ചിട്ടുണ്ട്. അവർ ഈ കല്യാണം നടക്കൂല എന്നൊക്കെ നിങ്ങൾ പറഞ്ഞപ്പോ എൻ്റെ ഉപ്പാൻ എന്തെങ്കിലും പറഞ്ഞോ? അതൊക്കെ വലിയ കഥയാണ് മോളെ. ഞങ്ങൾ കുഞ്ഞോളോടൊക്കെ ആദ്യം പോയത്. കുഞ്ഞോളോടെ ചെന്നിട്ട് ഓലോടുള്ളവരോടൊക്കെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് അമ്മായിനെ അങ്ങോട്ട് വിളിച്ചു വരുത്തി. അല്ല, എന്തായി കുട്ടികളെ കല്യാണ ഒരുക്കങ്ങളൊക്കെ? പറച്ചലും വിളിക്കലൊക്കെ തുടങ്ങിയാ? എന്റെ കല്യാണം നാടും വീടും ഒക്കെ പറഞ്ഞ് വലുതാക്കി കഴിച്ചതല്ലേ അമ്മായിയെ. പിന്നെ റിയമോൾക്കാണെങ്കിൽ അങ്ങനെ ആർഭാടായിട്ട് കല്യാണം നടത്തുന്നതോടൊന്നും ഒട്ടും താല്പര്യമില്ല. ഓളെന്നെ പറഞ്ഞത് ഒക്കെ സിമ്പിളായിട്ട് മതിയെന്ന്. കല്യാണ ചെലവാണ് കുറച്ചിങ്ങാണ്ട് ആ പൈസ കൊണ്ട് പെണ്ണിന് 2-3 പാവം കൂടുതൽ എടുക്കുകയാണെച്ചാല് ഒരു കണക്കിന് അതന്നെ നല്ലത്, ഇല്ല സൽമോ? ഞങ്ങള് റിയമോൾക്ക് സ്വർണം പണ്ടൊന്നും വാങ്ങണം കൊടുക്കണമൊന്നുമില്ല അമ്മയ്യെ. അതന്നെ നിങ്ങൾ ഈ ആലോചനയിട്ടേ പിന്നെയും വന്ന സമയത്തെ റിയ ഞങ്ങളോട് ആകെ ചോദിച്ച ആ ഒരൊറ്റ കാര്യമാണ്, നിങ്ങള് പണ്ട് മുതലൊന്നും ചോദിച്ചിട്ടില്ലല്ലോ എന്ന്. ഇല്ലാന്ന് പറഞ്ഞപ്പോഴാ ഓളി പെണ്ണ് കാണല്ലോ എന്ന് സമ്മതിച്ചതന്നെ. ഇസ്ലാം നിയമപ്രകാരം ഒരു പെണ്ണ് പറഞ്ഞ മഹർ അങ്ങോട്ട് കൊടുക്കാൻ പാകമുള്ളവൻക്കാ പെണ്ണെട്ടാൻ പഠിച്ചോൻ പറഞ്ഞിട്ടുള്ളത്. ആ പെണ്ണിന്റെ പിന്നീടുള്ള എല്ലാ ഉത്തരവാദിത്വം നോക്കേണ്ടതേ ആ ആണത്തിന്റെ കടമയാണ്. അതിന് പാകം ഉണ്ടെന്നുണ്ടെങ്കിൽ മാത്രം പോരെ നമ്മൾ ആമക്കളെ കൊണ്ട് നമ്മൾ കല്യാണം കഴിപ്പിക്കുക. നിങ്ങളിപ്പോ ചുരുക്കം പറഞ്ഞാല് ധർമ്മകല്യാണം നടത്തി മകളെ ബാധ്യത കൊണ്ട് തീർക്കാന്നാണ്ട് വിചാരിച്ചിരിക്കുകയാണ് അല്ലേ? എന്റെ മോളെ, എനിക്കൊരിക്കലൊരു ബാധ്യതല്ല അമ്മയ്യെ. മുന്നും പിന്നും നോക്കാതെ എനിക്കൊരു തെറ്റുപറ്റി. കല്യാണം നടന്നു കാണാനുള്ള പൂതിയുണ്ട്. ആ തെറ്റ് ഞാനത് തിരുത്താൻ പോവാ. മുതല് മോഹിച്ച് വരുന്ന ആർക്കും എൻ്റെ മോളെ ഞാൻ കല്യാണം കഴിച്ചു കൊടുക്കാൻ ഉദ്ദേശിക്കണില്ല. അവള് പഠിച്ച് നല്ലൊരു ജോലിയൊക്കെ ആയിട്ട് അതിൻ്റെ സമയമാവുമ്പോ അപ്പോ കല്യാണം നടത്താം. അല്ല, നമ്മള് കാര്യങ്ങളൊക്കെ ഇത്രയോളം വരെ എത്തിച്ചിട്ട് ഒന്നും കൂടെ ഒക്കെ ആലോചിച്ചിട്ട് ഒരു തീരുമാനം എടുക്കല്ലേ നല്ലത്. ഇനി 19 പവനൊന്നും ഇല്ലെങ്കിൽ മാണ്ടില്ല, ഒരു 50-60 കണ്ട് ഏറ്റുകൂട്ടിയാലും മതി. ഇന്ന് ആലോചിക്കാനൊന്നുമില്ല അമ്മയ്യെ. പണ്ടും മുതലും ആഗ്രഹിച്ചു വരുന്നേ ഒരാൾക്കാർക്കും ഞങ്ങളിപ്പോ ഞങ്ങളെ മകളെ വിൽക്കാൻ ഉദ്ദേശിക്കണില്ല. ഞങ്ങളെ കുട്ടി പഠിക്കട്ടെ. ഓൾക്ക് പഠിപ്പും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് സ്വന്തം കാലിൽ നിൽക്കാൻ പറ്റുന്ന ഒരു സമയം വരുമ്പോ ഓൾക്ക് കല്യാണം വേണമെന്ന് ഓൾക്ക് തോന്നുമല്ലോ. ആ സമയത്ത് ഞങ്ങൾ ഇതിനെ കുറിച്ച് ആലോചിക്കണുള്ളൂ. അതുകൊണ്ട് അമ്മായി ഇപ്പോ ആ ചെക്കന്റെ പെരക്കാരോട് കാര്യം പറഞ്ഞാളെ, ഞങ്ങളും വിളിച്ചു പറഞ്ഞോളാം. ഏയ്, നേരത്ര ആയി ബാക്കിയുള്ള ഒരു വിളിച്ചാണ്ടിരിക്കണത്.
ഈ ചെക്കൻ എവിടെ പോയി കിടക്കാണ്? ആ ഹലോ, ഇജ് എവിടെ പോയി കിടക്കാട ചെക്ക? നേരെ എത്രയോണ്ടായി എനിക്ക് ഞാൻ വിളിച്ചാണ്ടിക്കണേ. ആ അമ്മായി, നമ്മൾ കല്യാണം വിളിക്കുന്ന തിരക്കിലല്ലേ, ഇതിപ്പോ വന്ന് കേറിയിട്ടുള്ളൂ. അല്ലടാ, ഇജിപ്പോടെ കല്യാണം വിളിക്കലും പറച്ചിലും ഒക്കെ തുടങ്ങിയാ? പിന്നെ തുടങ്ങാതെ നമുക്കതിന് അധികം ദിവസമില്ലല്ലോ. കാര്യങ്ങളൊക്കെ പെട്ടെന്ന് ചടപടാച്ചിട്ട് തീർക്കണ്ടേ. ഇവിടെ പെരേക്കുള്ള എല്ലാ സാധനങ്ങളും സെറ്റാക്കി, മൊത്തം പെയിന്റ് അടിക്കാനുള്ള സാധനങ്ങൾ, അതേപോലെ ഓഡിറ്റോറിയം, ഫുഡ് കാര്യങ്ങൾ, എന്തിനു പറയണേ മണിയറേക്കുള്ള എല്ലാ കാര്യങ്ങളും സെറ്റാക്കി. നമ്മളെ ഭാഗത്തുനിന്ന് ഒരു കുറവ് വരാൻ പാടില്ല. അപ്പൊ പറഞ്ഞു വന്നാല് ഈ ഒരു കല്യാണക്കാര്യത്തിന്റെ പേരില് അവിടെ ഇപ്പൊ തന്നെ കുറച്ചധികം പൈസ പൊടിഞ്ഞിട്ടുണ്ടാവും അല്ലേ? ഇപ്പൊ പൈസ കുറച്ച പൊടിഞ്ഞാലെന്താ, കല്യാണം കഴിഞ്ഞാൽ 100 പവൻ സ്വർണ്ണല്ല നമ്മളെ കയ്യിക്ക് വരാൻ പോണത്. ഇത് നമുക്ക് അയക്കൂടെ? അല്ലട കുട്ടിയെ, ഈ ആഡിറ്റോറിയത്തിനും പിന്നെ പണ്ടത്തിനും ഒക്കെ കൊടുത്തതിന്റെ പൈസ ഇപ്പോ അമ്മക്ക് വേണ്ടാന്ന് പറഞ്ഞാൽ പോലും തിരിച്ച് തരുമായിരിക്കൂല്ലേ? അമ്മായിക്ക് എന്താ കിട്ടിയിരിക്കണത്? അല്ല, ഞാൻ പറഞ്ഞോണ്ടേ അമ്മായിന്റെ കുട്ടി തെറ്റൊന്നും വിചാരിക്കരുത്. ഓരോന്നിനും ഓരോരോ സമയമുണ്ട് എന്നാണ്ട് കരുതി സമ്മാനിച്ചാ മതി. അമ്മായി എന്താ പിച്ചിപ്പോയി പറയുന്നത്? ആ പിന്നെ അമ്മയ്യ, ഞാൻ 10 പവൻ സ്വർണ്ണാട്ടാ കൊടുക്കണത്. 100 പവൻ കുറയാതെ കിട്ടുമല്ലേ. അമ്മായിക്ക് 2 പവന്റെ വളയാണ് ഞാൻ വാങ്ങാൻ ഉദ്ദേശിക്കുന്നത്. ആ, അതൊക്കെ പാടി സ്വപ്നം കണ്ട് കൂട്ടി നടക്കുന്ന വരുന്ന അമ്മായി. ഇനിയിപ്പൊ അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അല്ല, അതെന്താ അമ്മായി അങ്ങനെ ടോക്ക്? എന്തെങ്കിലും പ്രശ്നമുണ്ടോ അമ്മയ്യ? ഈ കല്യാണേ നടക്കൂല. കല്യാണം നടക്കൂലെന്നോ? അതെന്താ അമ്മായി അങ്ങനെ ഒരു വർത്താനോ? നിങ്ങൾ തമാശ ഇറക്കല്ലിട്ട് അമ്മയ്യെ, നിങ്ങൾ ആളെ ബേജാറാക്കാതെ കാര്യം പറയും. ഈ കല്യാണം നടക്കൂലെന്ന് പറഞ്ഞാൽ നടക്കൂല. പെണ്ണിന്റെ പെരക്കാരിപ്പോ കുറച്ചു നേരം മുന്നേ പിന്നെ ആണ്ട് ആരിസിന്റെ ഓർക്ക് വിളിപ്പിച്ചങ്ങാണ്ട് കാര്യം മുഖത്ത് നോക്കി പറഞ്ഞിട്ടുള്ളൂ. കുറച്ചു കഴിഞ്ഞപ്പോ അനക്കും വിളിക്കേക്കാരും. എന്തമ്മയ്യെ തമാശ കളിക്കുക? ഞാൻ ഇന്നലെയും കൂടി ഈ കല്യാണം കണ്ടിട്ടാണ് ഒരു ബിസിനസ്സിൽ ചേർന്നിട്ടുള്ളത്. ആളെ പിരാന്താക്കിയിട്ടുണ്ടെങ്കിൽ ഞാൻ അവറ്റങ്ങളെ പേരിൽ കേസ് കൊടുക്കൂട്ടാ. ആ, കേസും കൊണ്ടേ ഇത് ചെന്നാണ്ട് കീറി കൊടുക്ക്. എടാ ചക്ക, ഈ ഒറ്റങ്ങളെ കുറിച്ചിട്ട് എന്തോ വിചാരിച്ചത്? ഒറ്റങ്ങൾ ആ പെണ്ണിനെ സ്ത്രീധനായിട്ടോ പണ്ടായിട്ടോ ഒരു 10 പൈസ തരാൻ ഉദ്ദേശിക്കണില്ലാന്നേ എന്റെ മോത്തൊക്കെ പറഞ്ഞിക്കണ്. അങ്ങനെ ഒരു കാര്യമാണ് എനിക്ക്. എന്ത്? അപ്പൊ അമ്മായി അല്ല പറഞ്ഞു 100 പവന് അതിനനുസരിച്ചിട്ട് പിന്നെ പൈസ കിട്ടുന്നു? നമ്മൾ വിചാരിച്ച പോലെ ഒന്നല്ലടാ. ഒറ്റങ്ങളെ കജ്ജിലെ 5ന്റെ പൈസ എടുക്കാനില്ല. ഞാൻ ഇതൊക്കെ കണ്ടിട്ടാണ് ഒരുപാട് പൈസ മുടക്കിയിട്ടുള്ളത്. ഞാൻ നഷ്ടപരിഹാരത്തിന് അവരുടെ പേരിൽ കേസാണ്ട് കൊടുക്കൂട്ടാ. ഇഞ്ഞുജേ നഷ്ടപരിഹാരം മാനഹാനിന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ചെന്നെടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിലേ ശ്രീധരൻ ചോദിച്ചതിന് ആത്താവാൻ പോണത് ഇജന്നെ ഇക്കാരം, കൂട്ടുപ്രതിയായിട്ട് ഞാനും. അപ്പോ ഞാൻ കണ്ട സ്വപ്നൊക്കെ? ആ, അമ്മായിയുടെ കുട്ടിയെ കണ്ട സ്വപ്നൊക്കെ അങ്ങോട്ട് മറന്നാളെ. അമ്മായി ഇപ്പൊക്കെ മറക്കാൻ ശ്രമിക്കാണ്. ഈ കല്യാണം ഒരു കാരണത്താലും നടക്കൂല. ഒറ്റങ്ങൾ ഇന്നെ അമ്മാതിരി നാണം കെടുത്തലാ കെടുത്തിയത്. ഛേ, ഞാനെങ്ങനെ നാട്ടുകാരും കൂട്ടുകാരൊക്കെ മുഖത്ത് നോക്കും? അമ്മായിയെ, ഞാൻ ആകെ നാണം കെടുട്ടാ. അതിമോഹ ആപത്താന്ന് പറഞ്ഞു കേട്ടിട്ടേ ഉള്ളൂ. ഇങ്ങനെ തലക്കുമോള് വന്നിരിക്കുന്ന അമ്മായി കരുതിയില്ല എന്റെ കുട്ടിയെ. അമ്മായിക്ക് അങ്ങനൊക്കെ പറഞ്ഞാ മതി. നാണം കെട്ടതും പൈസ പോയത് എനിക്കാണ്. പോവാനുള്ളതൊക്കെ എങ്ങനെ കടത്തച്ചാലും പോകുന്നല്ലേ. അമ്മായിയുടെ കുട്ടി അതിലണ്ട് കണക്കാക്കിക്കാളെ. അമ്മായി, അമ്മായിയാണോ നോക്കൂല, എന്റെ വായില് പച്ച തെറിയണായിരുന്നേ. വല്ലാത്തൊരു ചീത്തായി പോയി.
2 പവന്റെ വളന്നൊക്കെ പറഞ്ഞ ഇക്കാലത്ത് എന്നെ കൊണ്ടൊക്കെ സ്വപ്നം കാണാൻ ഒക്കുവോ? അതും പോയി കിട്ടി. ഇനിയിപ്പോ വേറെന്തെങ്കിലുമൊക്കെ ഉടായിപ്പോയി ഉണ്ടോന്ന് അന്വേഷിച്ചു നോക്കാം. കല്യാണക്കാരൻ പറഞ്ഞാട് ഇനിയിപ്പോ ഈ ചെക്കൻ്റെ അടുത്ത് ചെന്നിട്ട് കാര്യമില്ല. പോവാതൊക്കെ പോവും. ഇങ്ങനത്തെ കാര്യങ്ങളായതുകൊണ്ട് ഒരാളോടും പറയാനും വെച്ചല്ല, ആകെ നാണം കിട്ടും. റിയമോളെ, ഇമ്മിപ്പി എപ്പോഴും വന്ന്? ഇതപ്പൊ വന്ന് കയറിയുള്ളൂ. വന്ന പാടാ ദിലുവാൻറ്റി എൻ്റെ കോളേജിലെ കാര്യങ്ങളൊക്കെ പറഞ്ഞത്. ഇമ്മാടെ കുട്ടി ഞാൻ അത് ആലോചിച്ചിരുന്ന് ടെൻഷൻ ആവണ്ട. വായോ, അനെപ്പ വിളിക്കണ്ട്. അമ്മ പോയിക്കോ, ഞാൻ മുഖമൊക്കെ ഒന്നുകൊണ്ട് കിടക്കിയിട്ട് താഴ്ക്ക് വരാം. എന്നാ ചെന്ന് മുഖമൊക്കെ കഴുകിയാണ്ട് പെട്ടെന്ന് വായോ. എന്താ കാര്യമായിട്ടുള്ള ആലോചനയിലാണല്ലോ? ആലോചിച്ച് മകളുടെ പ്രശ്നത്തിന് പരിഹാരം കണ്ട? കാണാതെ പിന്നെ എന്റെ കുട്ടിക്കൊരു പ്രശ്നം വന്ന ഞാനല്ലാതെ പിന്നെ ആരാ കാണും സൽമോ? അല്ല, ഓളെവിടെ? വരുന്നുണ്ട്. പാവം കരഞ്ഞിട്ടാ തോന്നണ്. കണ്ണും മുഖമൊക്കെ പാടി വല്ലാണ്ടയക്കണ്. അങ്ങോട്ട് പോരറിയാ. ഓളെ കുട്ടി വന്നാ? ഇവിടെ ഇരിക്ക്, ചോദിക്കട്ടെ. അല്ല, ഓളെ കുട്ടി കോളേജൊക്കെ കഴിഞ്ഞ് വന്നിട്ട് ഭക്ഷണമൊക്കെ കഴിച്ചോ? എവിടെ കഴിക്കണേ? ചായ പോലും കുടിച്ചിട്ടില്ലാന്നാ ദിലു ഉമ്മയും പറഞ്ഞത് അല്ലേ? ആണോ മോളെ? നിക്ക് വിശക്കാഞ്ഞിട്ടപ്പാ, ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് കുടിച്ചോണ്ട്. ഓക്കെ, ചുമരുണ്ടെങ്കിലേ ചിത്രം വരക്കാൻ പറ്റുള്ളൂ. ഈ നേരത്തിന് ഭക്ഷണവും ഊണും ഉറക്കൊന്നും ഇല്ലാതായാലേ വല്ല അസുഖം വന്ന് കിടപ്പിലാവും. പറഞ്ഞില്ലാന്ന് വേണ്ട, മനസ്സിലായില്ലേ പാട്ടിക്ക്? ഞാൻ കഴിച്ചോളപ്പാ. കോളേജിൽ പ്രശ്നങ്ങളൊക്കെ ഞങ്ങൾ അറിഞ്ഞു. ഞങ്ങളിപ്പോ അതിലും വലിയ പ്രശ്നം പരിഹരിച്ചിട്ടാണ് വരുന്നത്. ഇതും ഞങ്ങള് പരിഹരിക്കും, അല്ല സൽമോ? പിന്നല്ലാണ്ട് നിങ്ങൾ പറഞ്ഞ പോലെ നമ്മളെ മോളെ പ്രശ്നങ്ങള് നമ്മളല്ലാണ്ട് വേറെ ആരെ പരിഹരിക്കുക? എല്ലാരും കൂടി ഇന്നെന്തൊക്കെ പറഞ്ഞിപ്പാ. ഞാൻ എന്തോ വലിയ തെറ്റ് ചെയ്ത പോലെ ഓലെല്ലാരും നിന്നോട് പെരുമാറിയത്. ഇന്ന കാരണം എന്താന്ന് ചോദിച്ചപ്പോ ആരും അതിന് മറുപടിയും പറഞ്ഞിരുന്നില്ല. ഞാനും അല്ലാണ്ട് ഒറ്റപ്പെട്ട പോലെ ഇന്ന് കോളേജില്. ആര് പറഞ്ഞു പാടകുട്ടിയെ ഒറ്റപ്പെട്ടെന്ന്?
അതൊരു ചെറിയ നിസാര തെറ്റിദ്ധാരണന്റെ പേരിലുള്ളതാ. നേരൊന്നുണ്ട് വെളുത്തോട്ടെ, ഞാനും ഇയും കൂടി അജുവിന്റെ വീട്ടിൽ പോകും. ഓക്കെ? അന്റെ ഫ്രണ്ട്സിന്റെ ഉള്ളില് അന്നെ കുറിച്ചിട്ട് വല്ല തെറ്റിദ്ധാരണ കയറി കൂടിയിട്ടുണ്ടെങ്കിൽ നമ്മൾ ഓലൊക്കെ നാളെ നേരിട്ട് പോയി ഒക്കെ പറഞ്ഞു തീർക്കും. അതുപോലെ എനിക്ക് എന്താ ഞങ്ങളോട് രണ്ടാളോട് പറയാ? ഇങ്ങനെ ഒരു ഇപ്പാനെ ഉമ്മാനെ കിട്ടിയാല് എന്ത് പുണ്യ ഞാൻ ചെയ്തത്. പടക്കുട്ടിനെ പോലെ ഒരു മോളെ കിട്ടിയ ഞങ്ങളെ ഭാഗ്യം. മക്കള് എല്ലാരും കുറെ കഴിയുമ്പോ കുടുംബങ്ങളും കൂട്ടങ്ങളും ഒക്കെ ആവുമ്പോളേ വേറെ കുടുംബത്തും കൂട്ടങ്ങളും ഇങ്ങനെ ആയിപ്പോവും. അങ്ങനെ ഒരുപാട് കുടുംബം കയറി വരും. മനസ്സിലായില്ലേ? അപ്പോ അവരിൽ നിന്നൊക്കെ നല്ലതായിട്ടും ചീത്തായിട്ടും പല അനുഭവങ്ങളും ഉണ്ടാവും. അതൊക്കെ മടി കൂടാതെ എല്ലാ രക്ഷിതാക്കളോട് തുറന്നു പറയണം. അതുപോലെ രക്ഷിതാക്കള് അവര് പറയുന്ന കാര്യങ്ങള് ക്ഷമയോടെ കേൾക്കാനും നല്ലതാണെങ്കിൽ അവരൊപ്പം നിൽക്കാനും, അതല്ല ചീത്തയാണെങ്കിൽ അത് അവർ പറഞ്ഞ് മനസ്സിലാക്കാനുള്ള ക്ഷമ, അവരൊപ്പം നിൽക്കാനും അവർക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാനും നമുക്ക് കഴിയണം രക്ഷിതാക്കൾക്ക്. മനസ്സിലായില്ലേ? അതും കൂടി വേണം. ഇത് രണ്ടും കേൾക്കാൻ രക്ഷിതാക്കള് പറഞ്ഞ് കേൾക്കുകയാണെങ്കിൽ, ഒരു ആണ്ടും ഇങ്ങോട്ടും പറഞ്ഞത് കേട്ടിട്ട് ഇത് രണ്ടും കേട്ടതിൽ നിൽക്കുകയാണെങ്കിൽ എല്ലാ കുടുംബത്തിലും സന്തോഷവും സമാധാനവും ഒരു പരിധി വരെയൊക്കെ ഉണ്ടാവും. ഉറപ്പായിട്ടും. മക്കൾക്ക് ഒരു പ്രശ്നം വന്നാൽ അവർക്ക് പേടിക്കാതെ നമ്മോട് വന്ന് പറയാൻ ഉള്ള ഒരു ധൈര്യം, ഒരു സമാധാനം അവർക്ക് വേണം. അതിനുള്ളൊരു ഇടം വേണം. സൽമോ, എൻ്റെ കുട്ടിയുടെ കാര്യത്തിൽ എനിക്ക് ചെറിയൊരു തെറ്റ് പറ്റിപ്പോയി. എന്തായാലും പടച്ചോൻ്റെ കാവലുകൊണ്ട് നമ്മളെല്ലാത്തിനും ഒരു പരിഹാരം കണ്ടല്ലോ. പടക്കുട്ടിന്റെ ഈ സങ്കടം വിഷമൊക്കെ നാളത്തോടെ നമ്മൾ മാറ്റും. സന്തോഷമായില്ലേ പടക്കുട്ടിക്ക്? നിങ്ങളോട് രണ്ടാളോടും ഇപ്പൊ ഒന്ന് സംസാരിച്ചപ്പോ തന്നെ എനിക്ക് ഒരുപാട് സമാധാനായിപ്പ. അതാണ്. എന്നാലേ എനിക്കും എൻ്റെ മോൾക്കും ഭക്ഷണം എടുത്ത് വെച്ചോ. ഇന്ന് നേരത്തെ തിന്ന് പോയതാ, നല്ല വിശപ്പുണ്ട്. പെട്ടെന്നായിക്കോട്ടെ. എന്നാ ഇപ്പം മോളും കൂടിയേ കയ്യക്കി വന്നോടി, ഞാൻ ചോറെടുത്ത് വെക്കാം. അമ്മേ പാവാണ്. ഇപ്പൊ ഇല്ലാത്തൊരു കാലം വന്നാലും ഉമ്മാനെ നന്നായിട്ട് നോക്കണട്ടാ. അതിന് എൻ്റെ ഇപ്പോടെ പോവാനാണ്. ഉമ്മാനെ മാത്രമല്ല, എനിക്കൊരു ജോലി ആയിക്കഴിഞ്ഞാൽ ഞാൻ എൻ്റെ ഉമ്മാനെ ഇപ്പാനെ പൊന്നു പോലെ തന്നെ നോക്കും. എൻ്റെ ഏറ്റവും വലിയ സ്വപ്നം അപ്പം അതെനിക്ക് സാധിക്കുക വേണം. ഇൻഷാ അല്ലാഹ് പടക്കുട്ടിന്റെ എല്ലാ ആഗ്രഹവും പടച്ച റബ്ബ് സാധിപ്പിച്ചു തരട്ടെ. സ്കിൻ കെയർ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള കുറച്ച് പ്രൊഡക്റ്റുകളാണ്. കാരണം ഇപ്പോൾ ഇവിടെ ഖത്തറിൽ വന്നതിന് ശേഷം നല്ല ചൂടാണ്. നമ്മുടെ നാട്ടിലിപ്പോൾ നല്ല മഴ തുടങ്ങിയപ്പോൾ ഇവിടെ നല്ല ചൂടാണെന്ന് പറഞ്ഞ പോലെയാണ്. ഇപ്പോൾ ഞാനത് കണ്ടില്ല, അവിടെ നിങ്ങളുടെ വെട്ടം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക, ജനൻ്റെ ഉൾഭാഗത്ത് കൂടെ തുളച്ച് വന്ന പോലെ നല്ല രീതിയിൽ വെയിൽ വരുന്നുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ വന്നതിൻ്റെ ശേഷം ഉപയോഗിക്കുന്ന ഇത് ഈ ഒരു ക്രീമാണ് കേട്ടോ. നമുക്ക് ആമസോണിൽ നിന്ന് ഏറ്റവും കുറഞ്ഞ റേറ്റിൽ വാങ്ങിക്കാൻ പറ്റുന്ന ഒരു ക്രീമാണ്. നമ്മളെ മുഖം വരണ്ട് പോകുന്നതിനും പിന്നെ അതുപോലെ
ചൂടിൽ നിന്നൊക്കെ മാക്സിമം നമ്മളെ സ്കിന്നിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ക്രീമും കൂടിയാണ് ഈ ക്രീം. ഇതിൻ്റെ പൗഡർ കാര്യങ്ങളൊക്കെ ഞാൻ കൂടുതലായിട്ട് യൂസ് ചെയ്യാറുണ്ട്. ക്രീം നല്ല സ്മെല്ലാണ്, നല്ലൊരു സോഫ്റ്റ് ആയിട്ടുണ്ടാവും. നമുക്ക് നൈറ്റ് ക്രീമായിട്ടൊക്കെ അപ്ലൈ ചെയ്താൽ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ടാവും സ്കിന്നിട്ട. അതുപോലെ ഈ ഒരു സൺസ്ക്രീൻ ഞാൻ നാട്ടിൽ നിന്ന് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന സൺസ്ക്രീനാണ്. ഇവിടെ വന്നതിൻ്റെ ശേഷം എനിക്കത് കൂടുതൽ ഹെൽപ്പായി. അതുകൊണ്ട് തന്നെ സാധനം ഇപ്പോൾ ഏകദേശം തീരാറായി തുടങ്ങിയിട്ടുണ്ട്. SPF 50+++ വരുന്ന ഒരു സൺസ്ക്രീനാണ്. എപ്പോഴും നമ്മൾ അത് നോക്കി വാങ്ങിക്കുക. 15++ ഉള്ളത് നോക്കി വാങ്ങിക്കുക. അതാണ് നമ്മളെ സ്കിന്നിനെ കൂടുതലായിട്ട് കെയർ ചെയ്യാൻ വേണ്ടി സഹായിക്കുന്നത് കേട്ടോ. മഴക്കാലമാണെന്നുണ്ടെങ്കിൽ ചിലവർ ധാരണ ഉണ്ടല്ലോ, മഴക്കാലം ആകുമ്പോൾ സൺസ്ക്രീൻ യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. സൺസ്ക്രീൻ ശരിക്കും മഴയാണെങ്കിലും വെയിലാണെങ്കിലും വീടിൻ്റെ ഉള്ളിലാണെങ്കിലും പുറത്താണെങ്കിലും ഒക്കെ നമ്മളെ സ്കിന്നിന് ഒരു വിധം നല്ലതാണെന്നാണ് പറഞ്ഞത് കേട്ടോ. എനിക്ക് അതിനെക്കുറിച്ച് വലിയ ഐഡിയ ഇല്ല, പക്ഷെ എന്തായാലും ഞാൻ യൂസ് ആക്കാറുണ്ട്. അപ്പോൾ ഈ ഒരു സൺസ്ക്രീനാണ് നമ്മൾ ഓയിൽ ഫ്രീ ആയിട്ട് നമ്മളെ സ്കിന്നിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സൺസ്ക്രീൻ കൂടി. ഓയിൽ സ്കിൻ ആയുള്ള ആൾക്കാർക്ക് ഏറ്റവും കൂടുതൽ യൂസ് ആവുന്ന ഒരു സൺസ്ക്രീൻ കൂടിയാണ്. പിന്നെ ഞാൻ എപ്പോഴും അത് ഇനി മഴയായാലും ചൂടായാലും എപ്പോഴും പുറത്തേക്ക് പോകുമ്പോഴൊക്കെ ആയിട്ട് സൺസ്ക്രീനും ഈ ഒരു സാധനം മാത്രമാണ് എൻ്റെ ഏറ്റവും വലിയ ഒരു ഇപ്പോൾ നമ്മളെ മേക്കപ്പ് ഐറ്റംസിൽ ഏറ്റവും കൂടുതൽ ഞാൻ യൂസ് ചെയ്യുന്ന സാധനമാണ്. അത് ഇതിൻ്റെ കോലം കാണുമ്പോൾ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലാവുണ്ടല്ലോ, കണ്ടില്ലേ? ഇതിൻ്റെ കോലം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ഖത്തറിൽ വരുമ്പോൾ ഇത് അവിടുന്ന് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന സാധനങ്ങൾ വാങ്ങിച്ചു. കാരണം വരവ് പെട്ടെന്നായതുകൊണ്ട് തന്നെ പിന്നെ എനിക്കത് ഓർഡർ ചെയ്തൊരു സാധനം കിട്ടാനുള്ള ടൈം ഉണ്ടായില്ല. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്ത് അപ്പോൾ ഞാൻ അവിടെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് ഇങ്ങോട്ട് കൊണ്ടുവന്ന കേട്ടോ. ഇപ്പം ഇതിന് ഒരുമാതിരി ഉണക്കൽ പരുവത്തിലായിട്ടുണ്ട് ഇതിൻ്റെ കോലം എന്ന് പറഞ്ഞ പോലെ. അത് കാരണം പീച്ചി ഇത് കഴിയാറായിട്ടുണ്ട്. ഇത് ഫേസ് കാനഡയുടെ പിന്നെ സ്റ്റോപ്പ് ക്രീമാണ്. നല്ല അടിപൊളി ക്രീമാണ്. അതായത് നമുക്ക് ഫൗണ്ടേഷന് കാര്യങ്ങളൊന്നും യൂസ് ചെയ്യാത്ത ആൾക്കാർക്കാണെന്ന് വെച്ചാൽ നമുക്ക് ജസ്റ്റ് നമ്മളുടെ 2 ചിന്നിലും നോസിലും അതുപോലെ ഇത് തടിലും കുറച്ച് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് ഒന്ന് ബ്ലെൻഡ് ചെയ്യുകയാണെന്ന് വെച്ചാൽ നല്ല അടിപൊളിയായിട്ട് സ്കിന്ന് നല്ല ഗ്ലോ ആയിട്ട് ഇരിക്കാൻ പറ്റുന്ന ഒരു സംഭവമാണ് ഈ സ്റ്റോപ്പ് ക്രീം. ഇത് യൂസ് ചെയ്യുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം. എനിക്കിത് നല്ല അഭിപ്രായമാണ് ഇതിനെക്കുറിച്ച്. അതുകൊണ്ട് തന്നെ ഞാനിത് കഴിയുമ്പോൾ വാങ്ങിക്കാറുണ്ടെങ്കിൽ ഖത്തറിൽ നിന്ന് പോകുന്നതിൻ്റെ മുമ്പ് ഇവിടെ വാങ്ങാൻ കിട്ടുമെന്ന് എനിക്ക് അറിഞ്ഞൂടെ. കാരണം ഞാൻ നല്ല ലുലുവിലൊക്കെ പോയ സമയത്ത് ജസ്റ്റ് നോക്കിയിട്ടുണ്ടായിരുന്നു, പക്ഷേ എനിക്ക് ഇതൊക്കെ ഇവിടെ കിട്ടിയില്ല കേട്ടോ. ഇനി പിന്നെ ആമസോൺ വഴി ഓർഡർ ചെയ്തിട്ട് വരുത്തണം ഇനിയിപ്പോൾ. പിന്നെ നമ്മൾ ഇതാ എപ്പോഴും കാണിക്കാറുള്ള ഒരു ലിപ്സ്റ്റിക് ഉണ്ടായിരുന്നു. ഞാൻ എപ്പോഴും യൂസ് ചെയ്തിരുന്നത് MYBയുടെ ലിപ്സ്റ്റിക് ആയിരുന്നു. ഇപ്പം ഞാൻ തവണ അതിൽ നിന്ന് മാറിയിട്ട് ഇതാ ഫേസ് കാനഡയുടെ ഈ ഒരു ലിപ്സ്റ്റിക് ഷെയ്ഡ് യൂസ് ചെയ്തിട്ടുണ്ട്. ഞാനിപ്പോൾ ലിപ്സ്റ്റിക് ചെറുതായിട്ട് ഇട്ടിട്ടുണ്ട്, പക്ഷേ ചെറിയ രീതിയിൽ നമുക്ക് അറിയാൻ പറ്റാത്ത രീതിയിലുള്ളൊരു ഷെയ്ഡാട്ടോ. അതോ ഇട്ടോ ചോദിച്ചാൽ ഇട്ടിട്ടില്ലേ ചോദിച്ചാൽ ഇട്ടിട്ടില്ല. ആ ലെവലിലുള്ള ഒരു ഇതാണ് നമ്മളെ എൻ്റെ സ്കിന്നിന് മാച്ചായിട്ടുള്ള ഒരു കളറും കൂടിയാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ലിപ്സ്റ്റിക്കിൻ്റെ ലിങ്കും ഞാൻ നമ്മളുടെ കമൻറ്റിൽ കൊടുക്കാം. പിന്നെ നമ്മൾ എപ്പോഴും ചെയ്യുന്ന ഒരു സംഭവം ഇതാ നമ്മളെ ഐക്കോണിക്, അതായത് ഐക്കോണിക് അല്ലല്ലോ ഇത് കാജൽ, ബ്ലാക്ക് കാജൽ ഇട്ട ഇതിൻ്റെ കോംബോ ഓഫർ ആയിട്ടുണ്ട്. അതായത് buy 1 get 1ൻ്റെ കോംബോ ഓഫർ ഉണ്ട്. ഇപ്പോൾ ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ലിങ്കും കൂടിയും കൊടുക്കാം. അപ്പോൾ ഈ ഒരു 5 സംഭവങ്ങളാണ് എനിക്ക് ഇന്നത്തെ ഓഫർ റേറ്റിൽ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നതിൻ്റെ എന്താ പറയുക ലിങ്കുകൾ ഞാൻ ആഡ് ചെയ്യുന്നുണ്ട് ഡിസ്ക്രിപ്ഷനിൽ. ആർക്കെങ്കിലും വേണമെങ്കിൽ വാങ്ങിക്കട്ടോ.